എന്തൊരിഷ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ചേട്ടനേക്കാൾ, അനിയനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, കെട്ടിടങ്ങളെക്കാൾ, വീടിനേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്കിഷ്ടം അല്ല കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തർക്കമില്ല. സുന്നി, മുജാഹിദ്, തബ്ലീഗ് ഇങ്ങനൊക്കെ പേരിട്ട് വിളിക്കുന്നത് അതൊക്കെ നിൽക്കട്ടെ. മുത്തുനബിയോട് ഇഷ്ടമില്ലെങ്കിൽ മുസ്ലിമേ അല്ല. എന്നിട്ടല്ലേ പിന്നെ സംഘടനയുടെയും സംഘത്തിന്റെയും ഒക്കെ പേര്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾ മുസ്ലിമേ അല്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതാണ് എന്ന് പരിചയപ്പെടുത്തി ഖുർആനിലോ ഹദീസിലോ ഒരു മാസം തന്നിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും സ്നേഹിക്കണം. ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മളോട് എത്ര ഇഷ്ടമായിരുന്നു നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ഉള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ അസ്സലാമു അലൈക്കും, നമുക്കൊക്കെ അറിയുന്ന സാധാരണഗതിയിലുള്ള ഖബറാളികൾക്ക് വേണ്ടിയുള്ള സലാം പറയൽ, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് സത്യത്തിൽ ഈ സലാം, അല്ലേ? നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, ഞങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരും. അല്ലാഹുവിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനാനാ, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചേരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. അപ്പോ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, ഖാലു അബലസ്ന ഇഖ്വാനക് യാ റസൂലല്ലാഹ്, നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ നബിയെ, ഞങ്ങളോട് ചേരാനാണോ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഖാല അൻതും സ്വഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, സ്വഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ കൂടെയുള്ള അനുചരന്മാരാണ്. ഇനി വരാൻ പോകുന്ന ആളുകളാണ് എൻ്റെ സഹോദരങ്ങൾ. നമ്മളൊക്കെ പെട്ടു. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിന് അനുധാപനം ചെയ്ത് അവിടുന്ന് പറഞ്ഞതുപോലെ കറക്റ്റ് നമസ്കാരം നിർവഹിച്ച് സുന്നത്തുകളോട് ഇഷ്ടം കാണിച്ച് മഹബ്ബത്ത് വെച്ച് പരലോകത്തെ ഓർത്ത് സ്വർഗത്തെ ആഗ്രഹിച്ച് നരകമോചനം പ്രതീക്ഷിച്ച്, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗപ്രാപ്തി കൊതിച്ചുകൊണ്ട് നരകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുത്തു നബിയുടെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് അതിനനുധാവനം ചെയ്തു പോകുമ്പോ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ഇഷ്ടമാണ്, മഹബ്ബത്താണ്. അള്ളാഹു അത് നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഇങ്ങനെ അനസ് റളിയല്ലാഹു പറയ, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ വാപ്പയേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ നിങ്ങൾ എന്നെ എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത് അതുവരെ നിങ്ങൾക്ക് മുഅ്മിനാവാൻ കഴിയുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമറേ തെറ്റുപറ്റിപ്പോയി, തിരുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇല്ല നബിയെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ശരീരമുള്ളൂ. ശരീരം പോലും, നമുക്ക് നമ്മുടെ ബോഡി പോലും, നമ്മുടെ ശരീരം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞിട്ട് ഒരു സഹാബിയെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ ദീന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റബ്ബിന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദം ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരു സഹാബിയെ കൊണ്ടുപോയി ശത്രുക്കൾ, എന്നിട്ട് കാലിൽ കയറിട്ടു, നേരെ മരത്തിന്റെ കൊമ്പിലേക്ക് വള്ളിയും കയറും വലിച്ചു കെട്ടി അവർ തൂക്കിയിട്ടു. ചാട്ടവാറുകൾ കൊണ്ട് ആ സഹാബി അവർ ഇങ്ങനെ ആടിക്കളിക്കുന്ന തല കീപ്പോട്ടായി കാലുകൾ മുകളിലേക്കാക്കി കെട്ടിത്തൂക്കിയ സഹാബിയുടെ പുറത്തേക്ക്
കാലിലേക്ക്, കിട്ടുന്ന സ്ഥലത്തേക്ക് ചാട്ടവാറുകൾ വെച്ച് ഇങ്ങനെ അടിച്ചപ്പോ വാവിട്ട് കരഞ്ഞ സഹാബിയോട് ശത്രുക്കൾ പറഞ്ഞൊരു ഡിമാൻഡ് ഉണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ കെട്ടഴിച്ച് നിന്നെ രക്ഷപ്പെടുത്താം, വിടാം. ഉള്ള ആലോചിക്കാ രംഗം. തലങ്ങനെ കീഴ്പോട്ടാക്കി കെട്ടി തൂക്കിയാൽ തന്നെ മതി, അടിക്കണ്ട. കുറെ സമയം തൂങ്ങിക്കടന്ന എന്തായിരിക്കും അവസ്ഥ? എന്നിട്ട് ചാട്ടവാറുകൾ കൊണ്ടിങ്ങനെ അടിക്കുമ്പോ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് തുരുതുരാ ഒഴുകുമ്പോ സഹാബി വേദന കൊണ്ടിങ്ങനെ പുളയുമ്പോ വാവിട്ട് കരയുമ്പോ ശത്രുക്കൾ വെച്ച ഡിമാൻഡ് എന്താ അറിയോ? നിന്നെ കഴിച്ചുവിടാം, നിന്നെ ഒഴിവാക്കി തരാം, പക്ഷേ എന്റെ സ്ഥാനത്ത് എന്റെ റസൂലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് പറയണം. അത് പറഞ്ഞാൽ മതി. ഇവിടെ റസൂൽ വരണ്ട, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരണ്ട, ഞങ്ങളാരും പിടിക്കാൻ പോണില്ല. പക്ഷേ ഒരൊറ്റ വാക്ക് പറയണം, എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ, എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന സഹാബി, അടികൊണ്ട് ശരീരം ക്ഷീണിച്ച സഹാബി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എന്റെ സ്ഥാനത്ത് എന്റെ നബിയായിരുന്നെങ്കിൽ എന്നതിന് പകരം എന്റെ നബിയുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് രോമങ്ങളിൽ ഒരു രോമമായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സാധിക്കുകയില്ല. പറയില്ലടോ, നിങ്ങൾക്ക് കൊന്നു തീർക്കാമെന്ന്. അല്ലേ? അതാ സഹാബത്തിന്റെ ജീവിതം. അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്തത് കൊണ്ട്, ജന്മദിനം ആഘോഷിക്കാത്തത് കൊണ്ട്, ആ ദിവസത്തിനൊരു പ്രത്യേകത വെക്കാത്തത് കൊണ്ട്, ആ മാസത്തിനൊരു പ്രത്യേകത വെക്കാത്തത് കൊണ്ട് ഈ മഹാരഥന്മാരായ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ മഹാരഥന്മാരായ ഈ സഹാബികൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണെന്ന് പറയാൻ കഴിയോ സുഹൃത്തുക്കളെ? കഴിയോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ അതേ മലയുടെ മുകളിൽ ആളുകളെ നിർത്തിയ ചരിത്രം നമുക്കറിയാം. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ ഇറങ്ങി വന്നു സമ്മതമില്ലാതെ. ശരി, യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറി, അല്ലേ? മുസ്ലിങ്ങൾക്ക് പരിക്കേൽക്കാൻ തുടങ്ങി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടി, ശരീരത്തിന് മുറിവേറ്റു. ത്വൽഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ വാരിയെടുത്തു, ശരീരത്തിന്റെ പിറകിലേക്ക് ചെരുവിലേക്ക് നിർത്തി. കടന്നു വരുന്ന അമ്പുകളെ കൈകൊണ്ട് തടുത്തു, ശരീരം കൊണ്ട് തടുത്തു. ഇടക്കിടക്ക് പാടി നോക്കി നബിയോട് ചോദിക്കും, നബിയെ എന്തെങ്കിലും പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തടുക്കുന്നുണ്ട്. തടുത്തു നിർത്തി. 80 മുറികളും 80 അമ്പിന്റെ പാടുകളും തൽഹയുടെ ശരീരത്തിൽ, 80-ലധികം മുറികൾ. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ നേരെ വരുന്ന തൊടുത്തുവിടുന്ന അമ്പുകളും കൊച്ചു കൊച്ചു ആ കുന്തങ്ങളുമെല്ലാം തടുത്തതിന്റെ പേരിൽ 80-ലധികം മുറികളുമായി ത്വൽഹ റളിയല്ലാഹു അൻഹു വീണു പോവുകയാണ്. നബിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ത്വൽഹയെ നോക്കൂ, ത്വൽഹയെ നോക്കൂ എന്ന്. ഇവർ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം ആഘോഷിച്ചിട്ടില്ല. അതിന്റെ പേരിൽ സഹാബത്തിന് മുത്തുനബിയോട് ഇഷ്ടം കുറവാണെന്ന് പറയാൻ ലോകത്താർക്ക് കഴിയും സുഹൃത്തുക്കളെ? ആർക്ക് കഴിയും? നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല വെച്ച മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നത് അറിയോ? നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം? ഖുൽ, പറയൂ നബിയേ, ഇൻ കാന അബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും, എല്ലാം എണ്ണി. നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ ബന്ധുമിത്രാദികള്, നിങ്ങളുടെ ആ ഇണകൾ, ഇവരെക്കാളൊക്കെ പോരാ. നിങ്ങളിങ്ങനെ മാന്ദ്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്ത് എല്ലാം ഉൾപ്പെടുത്തിക്കോ. നിങ്ങൾ സുഖമായി സന്തോഷത്തോടു കൂടി താമസിക്കാൻ ആഗ്രഹിക്കുന്ന പാർപ്പിടം, അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ദീന് കഴിഞ്ഞു. നമ്മള് ഒരുപാട് കാലം സ്വപ്നം കണ്ട് പ്രവാസ ലോകത്ത് പണിയെടുത്ത് തളിപ്പറമ്പിന്റെ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ വന്ന യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ശരിക്ക് ശ്രദ്ധിച്ചോ. നമ്മൾ സ്വപ്നം കണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ടല്ലോ, നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ, ചേർത്ത് പിടിക്കുന്ന സഹധർമ്മിണി ഉണ്ടല്ലോ,
നാം ഏറെ ആവേശത്തോടെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന നമ്മുടെ പൊന്നു മക്കളുണ്ടല്ലോ, ഈ മക്കൾ മുത്തുനബിയേക്കാൾ നമുക്ക് പ്രാധാന്യം തോന്നിയാൽ കാത്തിരുന്നുകൊള്ളൂ അള്ളാഹുവിന്റെ പരീക്ഷണത്തെ എന്ന് ഖുർആൻ. ഈ മക്കളല്ല നമുക്ക് വലുത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരം പോലെയുള്ള വീടല്ല നമുക്ക് വലുത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾ പ്രാധാന്യം നിങ്ങളുടെ സ്വത്തിനും ഭാര്യക്കും മക്കൾക്കും വീടിനും നിങ്ങളുടെ കച്ചവടത്തിനും നിങ്ങളുടെ പണത്തിനും നിങ്ങൾ കൽപ്പിച്ചാൽ ഫതറബ്ബസൂ, കാത്തിരുന്നുകൊള്ളുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹുവിന്റെ പ്രഖ്യാപന, തെമ്മാടികളെ, ധിക്കാരികളെ, വൃത്തികെട്ടവന്മാരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോ ഭാര്യയേക്കാൾ ഇഷ്ടം നബിയോട് ഭാര്യയേക്കാൾ ഇഷ്ടം, ഉമ്മയേക്കാൾ ഇഷ്ടം, ഉപ്പയേക്കാൾ ഇഷ്ടം നബിയോട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇഷ്ടം നമുക്ക് ഇവരോടൊന്നും വരാൻ പാടില്ല. ഏറ്റവും വലുത് അള്ളാന്റെ റസൂലാണ്, അള്ളാഹ് കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തെറ്റായി വന്നാൽ, മാറിപ്പോയാൽ അള്ളാഹ് പ്രയോഗിച്ച ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയണത് ഫാസിക്കായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകൂലാന്നാ. എന്റെ മലയാള അർത്ഥം എന്താ? തെമ്മാടി എന്നൊക്കെ പറയാവുന്ന ഒരു അറബി പദാണത്. വൃത്തികെട്ടവന്മാർ സന്മാർഗത്തിൽ അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കുകയില്ല. അപ്പൊ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള യാത്ര ചരിത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ശത്രുക്കൾ കൊല്ലാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അലി റളിയല്ലാഹുവിനെ വിരിപ്പിൽ കിടത്തി പോകുമ്പോ വീട് ശത്രുക്കൾ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പോ ഇവിടെ അലി റളിയല്ലാഹുവിനെ കിടത്തിയിട്ട് പോവാണ്. അലി റളിയല്ലാഹുവിന് അറിയാം വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ശരീരമല്ല വലുത്, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വെക്കുന്ന ഇഷ്ടം.